നമസ്കാരം. എല്ലാ ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ പമ്പായം. ഈ ചാനൽ കൂടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ട അഭിപ്രായങ്ങളൊക്കെ ബോക്സിൽ രേഖപ്പെടുത്തണം. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി ജനതീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നക്ഷത്രം എന്നിവ അയച്ചിരണം. ഫീസും അടയ്ക്കേണ്ടതുണ്ട്. മിക്ക ജ്യോതിഷ വിശ്വാസികളും എനിക്കൊരു കല്യാണം എപ്പോഴും നടക്കും, എൻ്റെ കല്യാണം എപ്പോഴും നടക്കും, ജോലി എപ്പോൾ കിട്ടും, ബാക്കി എപ്പോഴും കിട്ടും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങളുടെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. നിങ്ങളുടെ ജനതീയതിയുടെയൊക്കെ അടിസ്ഥാനത്തിൽ, ജാതകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വക കാര്യങ്ങൾ പറയാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ എന്തെങ്കിലും നോക്കിക്കണ്ട് പെട്ടെന്ന് വായി തോന്നുന്നത് പറഞ്ഞാൽ ശരിയായിട്ട് വരില്ല. അത് ശാസ്ത്രത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് വിളിച്ചാൽ ഞാൻ പറഞ്ഞത്, മെസ്സേജ് ഇടാൻ പറഞ്ഞത്. വേറെ വിരോധം കൊണ്ടൊന്നും അല്ല. നമുക്ക് ഇന്ന് പറയാൻ പോകുന്നത് ഈ 2023 ജനുവരി 17 മുതൽ ശനി കുംഭൻ രാശിയിലാണ് നിൽക്കുന്നത്. 2025 മാർച്ച് മാസം 29-ാം തീയതി വരെയാണ് ശനി കുംഭം രാശിയിൽ നിൽക്കുന്നത്. മേടക്കൂറുകാർക്ക് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം വരെയുള്ള ആൾക്കാർക്ക് ശനി 11-ലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കുറച്ചു കാലം കൂടെ ഉള്ളൂ ശനി 11 നിൽക്കുന്ന സമയം. ഈ സമയം നമ്മളൊരു 11 എന്ന് പറയുന്നത് ശനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു രാശിയാണ്. 11 നിന്നാൽ സർവാഭീഷ്ടാഗമോ ഇഷ്ടകാര്യങ്ങളൊക്കെ സാധിക്കും. ജ്യേഷ്ഠന്മാരെ കൊണ്ട്, ഭ്രാതാവ് സഹോദരങ്ങളെ കൊണ്ട് സഹായം കിട്ടും, അർത്ഥലാഭങ്ങൾ കിട്ടും. അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ശനി 11-ലൊക്കെ ജാതകത്തിലോ പ്രശ്നത്തിലോ ഒക്കെ നിന്ന് ആരോഗ്യം കിട്ടും. ഭഗവാനും രാജാവിൻ്റെ പ്രീതി, അധികാരികളുടെ പ്രീതി, സർക്കാരിൻ്റെ പ്രീതി, കേസ് വഴക്കുകളിലൊക്കെ സഹായം. നമുക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ അതേപോലുള്ള കോഴ്സുകളോ പഠിക്കുന്നവർക്ക് അതിലൊക്കെ വിജയം കിട്ടും. നമുക്ക് തടഞ്ഞു വച്ചിരിക്കുന്ന നമ്മുടെ കാര്യങ്ങൾ, സർക്കാരോ അല്ലെങ്കിൽ കോളേജോ ഒക്കെ നമ്മുടെ മാർക്ക് ലിസ്റ്റ് തടഞ്ഞു വയ്ക്കുക, പരീക്ഷ എഴുതാൻ അനുവദിക്കാതിരിക്കുക, എന്തെങ്കിലും കുരുക്കുകൾ വരിക, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊക്കെ മാറി നമുക്ക് കാര്യങ്ങൾ വിജയിച്ചെടുക്കാൻ പറ്റും. ഉന്നത വ്യക്തികളുടെ പ്രീതി, സഹായം കിട്ടും. നാനാ പ്രകാരേണ ധനലാഭങ്ങളും ബന്ധുക്കളുടെ സഹായങ്ങളും എല്ലാ കാര്യത്തിനും വിജയവും മനസ്സന്തോഷവും യശസ്സും സന്താന ലാഭം മുതലായ ഐശ്വര്യങ്ങളൊക്കെ കിട്ടും. ഒരു ശനിയാണ് ഈ സോണി ഗ്രാമ പുരാധികാര ജനിത പൂജാക്കുധാന്യാഗമാനാണ്. ഇപ്പോൾ സോണി കൊട്ടാരം, ഗ്രാമത്തിൻ്റെ, പുരം, പട്ടണത്തിൻ്റെയൊക്കെ അധികാരം കിട്ടുന്നു. അതുകൊണ്ട് സംഘം, സമുദായം, രാഷ്ട്രീയം, പൊതുപ്രവർത്തന രംഗങ്ങളിലൊക്കെ നമുക്ക് മികവുറ്റ നേട്ടങ്ങളൊക്കെ കിട്ടി തഴച്ചു വളരാൻ പറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ ശനി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും പേടിയാണ്. കാരണം ശനി നല്ല സ്ഥാനത്ത് നിൽക്കുമ്പോൾ നമുക്ക് വളരെ ഗുണങ്ങൾ കിട്ടും. ദോഷസ്ഥാനത്ത് നിൽക്കുമ്പോൾ വലിയ വിഷമതകൾ ഉണ്ടാകും. അപ്പോൾ ശനിക്ക് ഇഷ്ടമുള്ള രാശി ഭാവാനാം അഭിമാന സഹോദര ഭാവ ഇഷ്ട അനിഷ്ട പരഹീന. അപ്പം 3, 11 ഈ രാശികളാണ് ശനിക്ക് ഇഷ്ടം. അപ്പം മേടക്കൂറുകാർക്ക് ശനി 11 നിൽക്കുന്ന ഈ കാലം വളരെ മനസ്സുഖവും ശരീരസുഖവും ബന്ധുഗുണങ്ങളും ജീവിതത്തിൽ വലിയ നേട്ടങ്ങളും അംഗീകാരങ്ങളും. അവർക്ക് കൃഷി, നാൽക്കാലി, വ്യാപാര കാരണം ഈ കൃഷി, നാൽക്കാലി സൗരിയും പ്രാപ്യ കരോഷ്ട പക്ഷി മഹിഷി വൃത്താംഗന വ്യാപ്തയ സോണി ഗ്രാമ പുരാധികാര ജനിത പൂജാക്കുധാന്യാഗമാണ്. അപ്പോൾ ഈ കൃഷി, നാൽക്കാലി, വ്യാപാര പ്രവർത്തന രംഗങ്ങൾ, ഡയറി ഫാം, പൗൾട്രി ഫാം, കൃഷികൾ, അതേപോലുള്ള മേഖലകളിൽ ഏജൻസി ഇടപാടുകളിൽ, പാർട്ട്ണർഷിപ്പ് വ്യവസായങ്ങളിലൊക്കെ ശനി 11 നിൽക്കുമ്പോൾ നമുക്ക് ശോഭനമായ ഐശ്വര്യവും പ്രവൃത്തിയും പുരോഗതികളൊക്കെ കിട്ടും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ചെറിയ പ്രയത്നം കൊണ്ട് വലിയ നേട്ടങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന സമയമാണ് 11-ലെ ശനിയുടെ സഞ്ചാരകാലം. ജാതകവും കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ജാതകത്തിൽ ശനി 11-ല്, അതേപോലെ സ്വക്ഷേത്രം, ഉച്ചം, മൂലക്ഷേത്രം, ശശമഹായോഗം, ഇങ്ങനെയൊക്കെയുള്ള നല്ല രാജയോഗമുള്ള സ്ഥാനത്ത് നിൽക്കണമെങ്കിൽ
ആ ശനി ഒരിക്കലും നമുക്ക് ദോഷത്തെ ഉണ്ടാകില്ല. ജാതകത്തിൽ ശനി 8-ലോ 12-ലോ അതേപോലുള്ള ദോഷസ്ഥാനങ്ങളിലൊക്കെ നിൽക്കുന്നെങ്കിൽ നമ്മളെ കയ്യിലിരിക്കുന്നതും കൂടെ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ജാതകത്തിൽ നിങ്ങളൊന്ന് നോക്കണം. നിങ്ങളുടെ ജാതകത്തിൽ ശനി ദോഷസ്ഥാനത്ത് നിൽക്കുകയോ ശനി ദശ നടക്കുകയോ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന ശനി നമുക്ക് ഗുണകരമാണ് എന്ന് പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾക്ക് ഗുണം കിട്ടണില്ല. അതെന്താണ് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞത് തെറ്റായിപ്പോയല്ലോ, എനിക്കൊരു ഗുണവും കിട്ടിയില്ല എന്ന് ചിലപ്പോൾ പറയേണ്ടി വരും. അപ്പോൾ ഇത് ജാതകത്തിലും കൂടി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് പരിഹാരങ്ങൾ ചെയ്താൽ മതി. ഇതെന്നാലും ജാതകത്തിൽ ശനി പിഴച്ച് നിൽക്കണമെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. കാരണം നമുക്ക് ആ ഗ്രഹപ്പഴ മാറാൻ വേണ്ടി ദുസ്തകേടവശത രുജാഗമം സ്വസ്തകേടവശതക ശമം വരെ മന്ത്ര നൃത്ത ബലി പൂജ ഔഷധി ദേവത ഭജനധാതു പോഷണീഹീനാണ്. അതായത് ഗ്രഹങ്ങൾ ദുസ്ഥാനത്ത് നിൽക്കുന്നുവോ ആ ഗ്രഹപ്പഴ മാറിക്കിട്ടാൻ മന്ത്രം നമ്മുടെ തന്നെ ജപങ്ങൾ അനുഷ്ഠാനങ്ങൾ നമ്മളേത് മതത്തിൽ വിശ്വസിക്കുക മതപരമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ചെയ്യണം. നൃത്തം എന്ന് പറയുന്നത് നമ്മൾ അമ്പലത്തിൽ ഉത്സവം കൊടുത്തി ഇതൊക്കെ നടത്തണം. നേർച്ചകൾ വഴിപാട് ബലി മറ്റാ സർപ്പബലിയുണ്ട്, അതേപോലെ സർപ്പബലിയുണ്ട്, പിതൃബലിയുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ചെയ്താൽ നമുക്ക് നല്ലതാണ്. സർപ്പദോഷം പിതൃക്കേടദോഷം പിതൃദോഷം ഇതൊക്കെ മാറിക്കും. മന്ത്ര നൃത്ത ബലി പൂജ ഗണപതി പൂജ ഭഗവതി പൂജ ഐശ്വര്യ പൂജ മൃത്യുജോമം ഇങ്ങനെയുള്ള പൂജകളൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് മന്ത്ര നൃത്ത ബലി പൂജ ഔഷധീർ ദേവതാ ഭജനം ഔഷധം കഴിക്കണം, ദേവന്മാരെ ഭജിക്കണം. അപ്പോൾ നമുക്ക് ജാതകത്തിൽ ഏത് ദിശ ദോഷകാലം ആണെങ്കിലും നമ്മളെ ഈ പ്രാർത്ഥന ജപ തപം ഇതൊക്കെ ഉണ്ടാവുക മാറി നല്ലത് വരും. കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ മാസവും അമാവാസി തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ നട തുറന്നിരിക്കും. അവിടെ നടക്കുന്ന ഗണപതി പൂജ ഭഗവതി പൂജ മൃത്യുഞ്ജോമം കാലഭൈരവ പൂജ അമാവാസി പൂജ പൗർണമി ഭദ്രകാളി പൂജയൊക്കെ ഉണ്ട്. ഇതിലൊക്കെ പങ്കെടുത്താൽ നമുക്ക് വലിയധികം ദോഷങ്ങൾ മാറും, ജാതകത്തിലെ ഗ്രഹപ്പിഴകൾ മാറും. കാരണം പ്രത്യേകം തരം പൂജകളാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാലഭൈരവൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുന്നതിന് ആഗ്രഹമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. എല്ലാ ദോഷങ്ങളും മാറി നിങ്ങൾക്കും കുടുംബത്തിനും ശനി ഇവിടെ ഈ 11-ലെ സഞ്ചാരകാലം നേട്ടങ്ങൾ തന്നെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ 2024 മെയ് മാസം 21-ാം തീയതിയാണ് കാലഭൈരവ ക്ഷേത്രത്തിലെ ഉത്സവം. കലശങ്ങളും പ്രതിഷ്ഠാ കലശ വിശേഷ പൂജകളൊക്കെ നടത്തും. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും കാലഭൈരവ സ്വാമിയുടെ അനുഗ്രഹ കടാക്ഷം കൊണ്ട് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.